SQ, സ്പിരിച്വൽ ക്വഷ്യന്റ്, ധാർമ്മിക മൂല്യം എവിടുന്ന് കിട്ടും? ബൈബിളിൽ നിന്ന് കിട്ടുമോ? ഖുറാനിൽ നിന്ന് കിട്ടുമോ? ഗീതയിൽ നിന്ന് കിട്ടുമോ? ഭാഗവത സപ്താഹത്തിൽ നിന്ന് കിട്ടുമോ? ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമോ? ഉറൂസിൽ നിന്ന്, വയത് പറച്ചിലിൽ നിന്ന്, മതപ്രഭാഷണങ്ങളിൽ നിന്ന് കിട്ടുമോ? ആളുകൾ പരക്കി ഓടുകയാണ് ധാർമ്മികതയുണ്ടാക്കാൻ. പക്ഷേ പള്ളികൾ കൂടുന്നോ, അമ്പലം കൂടുന്നോ, പ്രാർത്ഥന കൂടുന്നോ, ഉത്സവങ്ങൾ കൂടുന്നോ? ധാർമ്മികത കൂടുന്നുണ്ടോ? ഇല്ല, ധാർമ്മികത കുറയുന്നു. എന്ത് പറ്റി? ഈ ധാർമ്മിക മൂല്യങ്ങളെല്ലാം ഖുറാനും ബൈബിളും ഗീതയും പള്ളിയും അമ്പലവും ഒക്കെ അതിൻ്റെ മേൽത്തട്ടാണ്. അതിൻ്റെ അടിത്തറയായിരിക്കുന്ന ഒരു ധാർമ്മികതയുണ്ട്. സത്യത്തോടും സ്നേഹത്തോടും ദയോടും കൂടി ജീവിക്കുന്ന ആ ധാർമ്മികതയുണ്ടാക്കുന്ന മഹാപുരോഹിതൻ നിങ്ങളാണ്, അമ്മയാണ്, അച്ഛനാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒറ്റ ഉദാഹരണം. എൻ്റെ നാട്ടിൽ ഉണ്ടായ ഒരു സംഭവം. റോഡ് സൈഡിൽ നിർത്തിയിട്ടിട്ട് ലോട്ടറി വെക്കുകയാണ് ഒരു കാറ്. ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് ഒരൊറ്റ അട്ടിയ. ബഹളം കേട്ട് ഞങ്ങൾ ഓടിച്ചെല്ലുമ്പം കാണുന്നത് ഡ്രൈവർക്ക് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ വണ്ടി രണ്ടും പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കൊണ്ട കുത്തി ഓട്ടോ ഡ്രൈവർ ചാടി ഇറങ്ങിയിട്ട് കാറിൻ്റെ ഡ്രൈവറെ അടിക്കാൻ നോക്കുക. എന്താടാ റോഡ് സൈഡിൽ കുറച്ച് അടുപ്പിച്ച് വെച്ചൂടെ? ഇവൻ കൊണ്ട് കുത്തുക, എന്നിട്ട് അടി അങ്ങോട്ട് കൊടുക്കുക. മനസ്സിലായോ? ഇത് എവിടുന്നാ പഠിച്ചേ? നിങ്ങളറിയാതെ, അമ്മയും അച്ഛനും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഓരോ ചെറിയ സംഭവവും കുട്ടിയുടെ ധാർമ്മികതയുടെ ഫിലോസഫിയായി മാറുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ കുട്ടി ചെറിയ കുട്ടി വീട്ടിൽ നിന്ന് ഓടി കളിക്കുകയാണ്. അമ്മ ദോശ ഇടുകയാണ്. ഇവൻ്റെ തല കൊണ്ടുപോയിട്ട് മേശക്ക് കുത്തി. ഇവൻ്റെ നിലവിളി കേട്ടിട്ട് അമ്മ ചട്ടുവം വരെ താഴെ വെക്കാതെ ഓടി വന്നു. എൻ്റെ തല കുത്തി എന്ന് പറഞ്ഞ് കരയുന്നു. തടവി കൊടുത്തിട്ടൊന്നും കരച്ചൽ നിർത്തുന്നില്ല. പയ്യൻ കരയുന്നു, ദോശ കരിയുന്നു. എന്തു ചെയ്യും? അമ്മമാർ ഉപയോഗിക്കുന്ന ഒരു സൂത്രപ്പണിയുണ്ട്. ഏത് മേശക്കാടാ കുത്തിയെ? ആ മേശക്ക് ഒരടി വെച്ച് കൊടുത്തു. മേശക്ക് എന്താ മേശ എൻ്റെ കുട്ടീനെ വേദനിപ്പിച്ച്. അപ്പം കുട്ടിക്ക് സന്തോഷമായി, അമ്മക്ക് സമാധാനമായി, ബാക്കി ദോശ ഇട്ടു. പക്ഷെ ഇവൻ എന്താ പഠിച്ച ഫിലോസഫി എന്താ? ഇവന് 100% ഉറപ്പാ മേശ ഇങ്ങോട്ട് വന്ന് കുത്തിയതല്ല, ഞാൻ അങ്ങോട്ട് പോയി കുത്തിയതാ. എന്നാലും അടി അങ്ങോട്ട് കൊടുക്കണം. പഠിച്ച ചെറിയ വിഷയം. ഓരോ കൊച്ചു സംഭവങ്ങളിലൂടെയും ധാർമ്മിക മൂല്യങ്ങൾ കുട്ടികളിൽ നെഗറ്റീവായി രൂപപ്പെടുക. ധാർമ്മിക മൂല്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ കുടുംബ സദസ്സുകൾ തിരിച്ചു പിടിക്കണം. വരാന്തകൾ തിരിച്ചു പിടിക്കണം. അടഞ്ഞ വാതിലുകളാണ് മിക്ക വീട്ടിനും. ബെഡ്റൂമുകളിലേക്ക് ചുരുങ്ങിയാണ്. എത്ര വിശ്വം ഭവത്യേകനീടം എന്നത് എത്ര വിശ്വം ഭവത്യാത്മനീടം. ലോകം എത്ര വലുതായാലും ഒരു കൂട്ടിലെ പക്ഷികളാണെന്ന ധാരണ ഇപ്പോൾ അവനവനാകുന്ന കൂട്ടിലെ പക്ഷികളാവുന്നു. ഈ ധാർമ്മിക മൂല്യങ്ങളുടെ ഒക്കെ ആ കുട്ടിയുടെ ഹൃദയത്തിൽ പറ്റണമെങ്കിൽ ഹൃദയം സത്യവും സ്നേഹവും ദയയും കൊണ്ട് നിറയ്ക്കുക.